ഒരു ഉപദേശം, എൻ്റെ പൊന്നുമോനെ, നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ തൗബ ചെയ്യണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഉപദേശം, നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ ഉടനെ തൗബ ചെയ്യണം. തൗബയെ നീ പിന്തിപ്പിക്കാൻ പാടില്ല. നാളെ ചെയ്യാം, മറ്റേനാൾ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നീ നിന്റെ തൗബയെ നീട്ടാൻ പാടില്ല. അതിന് കാരണം എന്താ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഉപദേശം, മോനെ, നീ ഒരിക്കലും നിന്റെ തൗബ നീ പിന്തിപ്പിക്കാൻ പാടില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നീ ഉടനെ തൗബ ചെയ്യണം. അങ്ങനെ പിന്തിപ്പിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം, മരണം എപ്പോ എവിടെ വെച്ചാ വരുന്നത് എന്ന് നിനക്കറിയില്ല. മരണം ഏത് സമയത്താണ് നമ്മളെ തേടി വരുന്നത് എന്ന് നമുക്കറിയില്ല. ആ മരണം നിന്നെ തേടി വന്നു കഴിഞ്ഞാൽ നിനക്ക് തൗബ ചെയ്യാനുള്ള സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ വിളിച്ചിരുത്തി കെട്ടപ്പെടുന്ന പൊന്നാര മകനോട്, യാ ബുനയ്യാ, ഉപ്പാട പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ, പാപം ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നീ തൗബ ചെയ്യണേ. തൗബയെ നീ പിന്നീടേക്ക് മാറ്റിവെക്കരുത്. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് തൗബയെ നീ മാറ്റിവെക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് നിനക്ക് തൗബ ചെയ്യാനുള്ള അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് നിങ്ങളോടും തന്നെ, എന്നോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് പേരുണ്ടല്ലോ. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ നിറകണ്ണുകളോടെ പടച്ച റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് ഇറങ്ങരുത്. നാളെ രാവിലെ ചെയ്യാമെന്നല്ല, വീട്ടിൽ പോയിട്ട് തൗബ ചെയ്യാമെന്നല്ല. ഇന്നീ സദസ്സിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് പിരിയരുത്. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചോദിക്കുന്ന, ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ. ഈ പാപങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ട് കഴുകാനാണ്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നീ അത് അവിടെന്ന് പ്രവാചകനോട് പറയുന്നു, നബിയേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഒരുപാട് നന്ദികേടുകൾ പടച്ചവനോട് കാണിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത തൗബ ചെയ്യാൻ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനതാ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തതാ, എന്നിട്ടും ഞാൻ പാപം ചെയ്യുന്നു നബിയേ. അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്തതാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് തൗബ ചെയ്തിട്ട് പിന്നെയും അതേ പാപം തന്നെ ഞാൻ ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നീ പിന്നെയും തൗബ ചെയ്യ്, രണ്ടാമതും തൗബ ചെയ്യ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, പിന്നെയും ഞാൻ ആ പാപം ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെയും തൗബ ചെയ്യ്. ആ ചെറുപ്പക്കാരൻ പിന്നെയും മുത്തി നബിയോട് ചോദിക്കുകയാ, എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്.
പറയുന്നത് തെറ്റ് ചെയ്യില്ല എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ഉറപ്പിച്ച് തൗബ ചെയ്തിട്ട് പിന്നെയും ഞാൻ ഇങ്ങനെ പാപം ചെയ്യുകയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു പിന്നെയും തൗബ ചെയ്യാറ്. ആ മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എത്രയാ നബിയേ തൗബ ചെയ്യേണ്ടത്? ഏത് സമയം വരെയാ തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ചെറുപ്പക്കാരാ, എത്ര വരെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? എടാ, ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് അല്ലാഹുവിന്റെ മുന്നിൽ പോയിട്ട് തൗബ ചെയ്തു, പടച്ചവനെ പറ്റിപ്പോയി തമ്പുരാന്, കള്ള് കുടിച്ചു പോയി തമ്പുരാന്, വ്യഭിചരിച്ചു പോയി തമ്പുരാന്, പലിശ തിന്നു പോയി പടച്ചവര്, അല്ലാഹുവേ നിസ്കരിക്കാതെ തോന്നിവാസിയെ പോലെ ജീവിച്ചു പടച്ചവര്, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഇനി ചെയ്യില്ല തമ്പുരാന് എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി തൗബ ചെയ്തിട്ട് നാളെ അതേ പാപം തന്നെ നീ ചെയ്താ നാളെ വൈകുന്നേരം നീ തൗബ ചെയ്യണേ. ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ നാള് രാവിലെ വീണ്ടും അതേ പാപം ചെയ്തു, നീ തൗബ ചെയ്യ്. എടാ ചെറുപ്പക്കാരാ, അള്ളാന്റെ മുന്നിൽ പിന്നെയും തൗബ ചെയ്യുമ്പോ അള്ളാന് നിന്നോട് വെറുപ്പ് തോന്നാറില്ല, സ്നേഹം കൂടുകയാ മോനെ. അള്ളാന്റെ മുന്നിൽ നീ പോയി തൗബ ചെയ്യുമ്പോ അള്ളാഹുവിന് നിന്നോട് വല്ലാത്ത സ്നേഹമാ, നിന്നോട് വല്ലാത്ത ഇഷ്ടമാ. ഏതുവരെ തൗബ ചെയ്യണമെന്നറിയുമോ? ശൈത്താൻ നിന്റെ മുന്നിൽ തോറ്റുപോകണം. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ശൈത്താൻ പോലും നിന്റെ മുന്നിൽ തോറ്റുപോകണം. ശൈത്താൻ തന്നെ പറയണമല്ല, ഇനി ഇവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. എത്ര ഞാൻ കഷ്ടപ്പെട്ട് ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചാൽ ഇവൻ തൗബ ചെയ്യുന്നല്ലോ, ഇവനെ തൗബ ചെയ്ത് നന്നാകുന്നല്ലോ. ഇബ്ലീസ് പരാജയപ്പെടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ ഒരു വട്ടം പറഞ്ഞു, പഠിച്ചവനെ ഇനി ഞാൻ കള്ളു കുടിക്കത്തില്ല തമ്പുരാനെ, ഇന്നത്തോടു കൂടി എല്ലാം നിർത്തി, നാളെ രാവിലെ വേറെ കള്ളു കുപ്പി കണ്ടപ്പം പോയി കുടിച്ചു. ഉടനെ അന്നും വൈകിട്ട് പറയാ, പഠിച്ചവനെ ഇനി ചെയ്യില്ലല്ല, പറ്റിപ്പോയി തമ്പുരാനെ, എന്നിട്ട് മറ്റന്നാളും പോയി കുടിച്ചു. ഓരോ പ്രാവശ്യം നീ ചെയ്തിട്ട് പിന്നെയും അള്ളാഹിനോട് പറയുമ്പോ പാപ്പായ്ക്കും ഉമ്മായിക്ക് ദേഷ്യം വരുന്നേ, അള്ളാഹിക്ക് ദേഷ്യം വരത്തില്ല. പറയും തോറും അള്ളാഹുവിന് സ്നേഹം കൂടും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ എന്ന് ഇങ്ങനെ തന്നെയാ ഞാൻ ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എത്ര വരെ പോകണം? ഇബ്ലീസ് നിന്റെ മുന്നിൽ തോക്കണം. ഇബ്ലീസ് കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, പക്ഷെ നീ തൗബ ചെയ്യും. അവസാനം നിന്റെ മുന്നിൽ ശൈത്താൻ പറയും, അസ്സലാമു അലൈക്കും, ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, അവൻ തോറ്റോടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അവസാനം ഇബ്ലീസ് നിന്റെ മുന്നിൽ ശപഥം ചെയ്യും, പോവാ മോനെ അസ്സലാമു അലൈക്കും. അതുവരെ അവിടുന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തന്റെ ജീവിതത്തിൽ ചെയ്ത കൊടും പാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അല്ലാഹുവേ, എത്ര വലിയ പാപമാ പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ കേൾക്കാം. അവസാനം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? മഹാനവറുകൾ തന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. കുറെ സമയം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. വീടിന്റെ പുറത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പൊന്നുമോനെ, സ്വർഗത്തിന് 7 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ ഇടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. എന്നാ സ്വർഗത്തിലെ തൗബ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, തൗബ എന്ന് പേരുള്ള ഒരു വാതിലുണ്ട്. ആ വാതിലിനൊരു മലക്ക് കാവൽ നിൽക്കുന്നുണ്ട്. അത് ഒരിക്കലും അടയ്ക്കാറില്ല.
അത് ഒരു സമയത്തും അടയ്ക്കാറില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റുപറയാൻ തയ്യാറാകണമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, കള്ളു കുടിച്ചവനാണോ, വ്യഭിചരിച്ചവനാണോ, പലിശ തിന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ, ഭാര്യ വഞ്ചിച്ചവനാണോ, ഭർത്താവിനെ ചതിച്ചവനാണോ, കാമകന്റെ കൂടെ കറങ്ങിയവളാണോ, പൊന്നുമക്കളെ, എത്ര വലിയ പാപം ചെയ്താലും നീ ഭയപ്പെടണ്ട. എത്ര വലിയ അപരാധം ചെയ്തവനാണോ, ഒരിക്കലും നീ പേടിക്കണ്ട. അതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു മാർഗമുണ്ട്. ആരല്ല പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ أنفسهم لا تكنتوا من رحمة الله. ഇത് പറയുന്നത് അല്ലാഹുവാ, ഇത് പറയുന്നത് അല്ലാഹുവാ. നബിയെ പറഞ്ഞു കൊടുക്ക്, നബിയെ അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക്. അവര് കള്ളു കുടിച്ചവരാണോ, അവര് വ്യഭിചരിച്ചവരാണോ, അവര് പലിശ തിന്നവരാണോ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ പറ നബിയേ. ഞാൻ ഗഫൂറല്ലേ നബിയേ, ഞാൻ റഹീമല്ലേ നബിയേ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇവിടെ തൗബ ചെയ്യാനുള്ള മജ്ലിസാണ്. ഇന്ന് പടച്ച റബ്ബിന്റെ മുന്നില് ഈ നൂറുകണക്കിന് ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കാവൽ നിർത്തിയിട്ട് ഈ ദുനിയാവിലെ സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ഭവനത്തിന്റെ മുന്നിലിരുന്ന് ആലിമീങ്ങളും ഹാഫിളീങ്ങളും സയ്യിദന്മാര്, ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും ഹാഫിളീങ്ങളും ഒരുപാട് പേരുടെ ജനങ്ങളുടെ നടുവിലിരുന്നിട്ട് അള്ളാന്റെ മുന്നിലൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയുമോ? ഒരാൾ പോലും തൗബ ചെയ്യാതെ ഇവിടുന്ന് പിരിയില്ലേ. ഇവിടുന്ന് ഒരാൾ പോലും ഇന്ന് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും ഈ സ്വർഗത്തിന്റെ പണ്ണിൽ കുടിച്ചു മൂടിയിട്ട് അല്ലാതെ ഇവിടുന്ന് പിരിയരുത്. അല്ലാഹുവേ, തൗബ ചെയ്തു മടങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്.